ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉസാക അല്ലെങ്കിൽ HCFമായി ബന്ധപ്പെട്ട എല്ലാ മോഡൽസും അതിൻ്റെ എല്ലാ മോഡലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓരോ മോഡലുകൾ പറയാണ്. ഓരോ മോഡലുകൾ എന്ന് പറയുമ്പോൾ ഓരോ തിയറിയാണ് ഓരോന്ന്. ആദ്യമായിട്ട് നമ്മൾ LCM ഓൾറെഡി പഠിച്ചു, അല്ലെ LCM അല്ലെങ്കിൽ ലസാഗോ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉസാക അല്ലെങ്കിൽ HCF ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് HCF അല്ലെങ്കിൽ ഉസാക എന്നുള്ളത് നോക്കാം. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ പൊതുഘടകങ്ങളിൽ ഏറ്റവും വലിയ സംഖ്യയാണ് എന്ത് വിളിക്കുന്നത്? ഉസാക എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഉസാകയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3, 6, 12 ഈ 3, 6, 12 എടുത്താൽ അതിൻ്റെ HCF എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിൽ 3നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഈ 3 എണ്ണത്തിനെ ഹരിക്കാൻ പറ്റണം. പക്ഷേ LCM പറഞ്ഞപ്പോൾ അത് നേരെ തിരിച്ചായിരുന്നേ. ഇത് 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയായിരുന്നു LCM. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇത് 3നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇത് 3നെ ഹരിക്കാൻ പറ്റുന്ന, അതായത് 3ന് 6ന് 12നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? 3 ആണ്. കാരണം 3 കൊണ്ട് 3നെ ഹരിക്കുക, 6നെ ഹരിക്കുക, 12നെ ഹരിക്കുക. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. 3, 4, 5 3, 4, 5 എടുത്ത് 3, 4, 5നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? 1 ഉള്ളൂ. കാരണം 1 കൊണ്ട് മാത്രമേ 3, 4, 5നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് ഹരിക്കണേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ശിഷ്ടം ഉണ്ടാവരുത്. ഇനി അടുത്ത വേറെ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ 4, 8, 10 4, 8, 10നെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 2 ആയിരിക്കും. അല്ല, 2 കൊണ്ട് 4നെ ഹരിക്കുക, 8നെ ഹരിക്കുക, 10നെ ഹരിക്കുക. അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ട കുറേ മെത്തേഡുകളുണ്ട് നമുക്ക് HCF കണ്ടുപിടിക്കാം. അത് ഞാൻ മോഡൽ 1 ഞാൻ പറയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് വേണം ഓർത്ത് വെക്കണമെങ്കിൽ എങ്ങനെയാണ് ഓർത്ത് വെക്കാമെന്ന് അറിയാം. ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക തന്നിരിക്കുന്നതിൽ. ആ ഏറ്റവും ചെറിയ സംഖ്യയുടെ എന്തെടുക്കുകയെന്ന് അറിയാം? ഏറ്റവും ചെറിയ സംഖ്യയുടെ ഫാക്ടേഴ്സ് എടുക്കുക, അതായത് ഘടകങ്ങൾ എടുക്കുക. ആ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഘടകങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും വലിയ ഘടകം എടുക്കുക ഓരോന്നോരോന്നായിട്ട്. അതിന് കൊണ്ട് ഈ 3 സംഖ്യകളായിരിക്കാൻ പറ്റണം. ആ രീതിയിൽ എടുക്കേണ്ടി വരും. അല്ലാത്ത മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇനി തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ പൊതുഘടകം. ഇതിന് പൊതുഘടകം ഇല്ല അല്ല. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യ എടുത്താൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയട്ടെ. 10, 11 തുടർച്ചയായ 2 എണ്ണൽ സംഖ്യ. ഇപ്പോൾ 10, 11 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പൊതുഘടകം അതിലില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഖ്യകളുടെ ഉസാക അല്ലെങ്കിൽ HCF നടന്നത്തിലേക്കും 1 ആയിരിക്കും. ഓക്കെ, തൊട്ടടുത്ത് ഏത് 2 സംഖ്യ എടുത്താലും അതിൻ്റെ HCF അല്ലെങ്കിൽ ഉസാക എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അടുത്ത കേസിൽ പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളുടെ ഉസാക 1 ആയിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. പൊതുഘടകം ഇല്ലാത്തതൊക്കെ. ഇപ്പോൾ പൊതുഘടകം ഇല്ലാത്തതെന്ന് വെച്ചാൽ എന്താ? പ്രൈം നമ്പേഴ്സ് അല്ല. നിങ്ങൾക്ക് അഭാജ്യ സംഖ്യകൾ അറിയാലോ. ഇപ്പോൾ അഭാജ്യ സംഖ്യകളായിട്ടുള്ള 3, 5, 7 ഇതൊക്കെ എടുത്താൽ ഇതിനൊന്നും ഒരു പൊതുഘടകം ഉണ്ടാവില്ല ഒരിക്കലും. അപ്പോൾ അതിൻ്റെ പൊതുഘടകം എന്ന് പറയുന്ന 1 ആണ് പിന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളുടെ ഉസാക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. 1 അതിൻ്റെ ഒരു പൊതുഘടകമാണ്. അത് വേറെ കാര്യം, അത് പറഞ്ഞതിലൊരു ഇതുള്ളതാണ്. ഇനി രണ്ടോ അതിലധികം സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഉസാക ആയിരിക്കും. ഇത് വേറൊരു ഡെഫിനേഷനായിട്ട് പറയാണ്. അപ്പോൾ 2 അതിലധികമോ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ, അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അതായിരിക്കും ഉസാക എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ 8, 12, 16 ഇവയുടെ ഉസാക എത്ര? അപ്പോൾ നോർമൽ എങ്ങനെയാണ് കാണുന്നതല്ല ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ 8, 12, 16 ഇത് 3നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എടുക്കുക. ഇപ്പോൾ 8നെ 12നെ 16നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? 2 കൊണ്ടായിരിക്കുക. 2 കൊണ്ട് ഹരിച്ചാൽ എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. ഇവിടെ 6 ഉണ്ടാവും. ഇവിടെ 8 ഉണ്ടാവും. വീണ്ടും 3നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എടുക്കുക. നേരത്തെ LCM പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലേ? LCMൽ മിനിമം 2 എണ്ണത്തിനെ ഹരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതിൽ എല്ലാ സംഖ്യകളെ ഹരിക്കാൻ പറ്റണം. അപ്പോൾ 4, 6, 8നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണല്ലോ മാത്രമേ ഉള്ളൂ. ഇനി 2 ഉള്ളൂ. 2നെ കൊണ്ട് 4നെ 6നെ 8 കൊണ്ടായിരിക്കാം. അപ്പം 2നെ 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. ഇവിടെയാണ് 3 കിട്ടും. ഇവിടെയാണെങ്കിൽ 4 കിട്ടും. ഇനി ഇവ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ ഇതിൽ? 2, 3, 4നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല, സംഖ്യ ഇല്ല. 1 വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ 1 വേണമായിരിക്കും. 1 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 2, 3, 4 തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ ഇടത് സൈഡിലുള്ള ഈ സംഖ്യകളൊക്കെ ഗുണിച്ചതായിരിക്കും നമ്മുടെ HCF അല്ലെങ്കിൽ ഉസാക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2 × 2 × 1 എന്ന് പറയാം. 2 × 2 × 1 എത്രയാണ്? 4. അപ്പോൾ 4 8, 12, 16ൻ്റെ ഉസാക അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കി. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ഉസാക എത്ര? അല്ല, ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരിക? 2, 3, 5, 7, 11 ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവയ്ക്കൊക്കെ പൊതുവായിട്ടുള്ള ഘടകം ഉണ്ട് ഏതെങ്കിലും? 1 ഉള്ളൂ അല്ലേ? പൊതുവായിട്ടൊരു ഘടകം എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊതുഘടകം ഇല്ലാത്തതുകൊണ്ട് അഭാജ്യ സംഖ്യകൾ ഏതെടുത്താലും അതിൻ്റെ ഉസാക അല്ലെങ്കിൽ HCF നടന്നത്തിലേക്കും 1 ആയിരിക്കും.
ഇനി ഈ HCF കാണുന്ന ക്വസ്റ്റിന് എല്ലാം ഇപ്പോൾ HCF തന്നെ തന്നിട്ടായിരിക്കില്ല അവർ കാണാൻ പറയാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ വരാം. എങ്ങനെ 35, 70, 105 എന്നീ 3 സംഖ്യകളെയും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് HCF അല്ലെങ്കിൽ ഉസാഗ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 35, 70, 105 എഴുതുക. എന്നിട്ട് അതിൻ്റെ HCF അല്ലെങ്കിൽ ഉസാഗ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസാഗ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യ എടുത്തിട്ട് അതിൻ്റെ ഘടകങ്ങളിൽ ഒന്നായിരിക്കും. ഏറ്റവും ചെറിയ സംഖ്യ അതിൻ്റെ ഘടകങ്ങളിൽ ഒന്നും ആവാം. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ആണെന്നുള്ള എങ്ങനെ നോക്കാം? 35ന് 35 കൊണ്ടായിരിക്കാൻ പറ്റും. 70ന് 35 കൊണ്ടായിരിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. 35ന് 2 ആണ് 70. 105ന് 35 കൊണ്ടായിരിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. 35 105ൽ 3 പ്രാവശ്യം പോകും. അപ്പോൾ ഇതിൻ്റെ HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 35 തന്നെയാണ്. ഇനി അങ്ങനെ കാണാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 35, 70, 105ന് ഇങ്ങനെ എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ നോർമലി ഇതിൽ പോകുന്ന സംഖ്യയായിട്ടുള്ള ഒരു 5 എടുക്കും. 5 പോകും ഇതിൽ എല്ലാത്തിലും. അപ്പോൾ 5 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 7 കിട്ടും. ഇവിടെ 70ന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1, 20, 14 കിട്ടും. 105ന് 5 കൊണ്ട് ഹരിച്ചാലോ 21 കിട്ടും. ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 7 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 1 7, 2 7, 3 7. ഇനി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ലല്ലോ. 1 കൊണ്ടേ ഹരിക്കാൻ പറ്റും. അപ്പോൾ 1 2 3 തന്നെ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നതിലായിരിക്കും 5 × 7 35 ആയിരിക്കും ഇതിൻ്റെ HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്. അതാണ് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ HCF ക്വസ്റ്റ്യൻ തരുമ്പോൾ മനസ്സിലാവണേ അത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നെന്നുള്ള. ഇനി മറ്റൊരു മോഡൽ നോക്കാം. ഇവിടെ നോക്കിയേ, 33, 75, 61 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 5 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശിഷ്ടം 5 കിട്ടണം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ കാണേണ്ടത് HCF തന്നെയാണ്, അതായത് ഉസാഗ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പക്ഷേ എന്ത് ചെയ്യണം? ഈ ശിഷ്ടം 5 കിട്ടണം എന്നുള്ള 5 എല്ലാത്തിൽ നിന്നും കുറച്ചിട്ട് വേണം അതിൻ്റെ HCF കാണാൻ. ഓക്കെ, അപ്പോൾ 33, 75, 61ൻ്റെ അല്ല ശിഷ്ടം HCF ഇവിടെ കാണേണ്ടത്, ഉസാഗ കാണേണ്ടത് എത്ര ഇതിൻ്റെ ആയിരിക്കും? 33ന്ന് 5 കുറച്ചതിൻ്റെയും 75ന്ന് 5 കുറച്ചതിൻ്റെയും അതേപോലെ 61ന്ന് 5 കുറച്ചതിൻ്റെയും കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണോ ആ സംഖ്യകളുടെ HCF ആണ് ഇവിടെ കാണാൻ. അപ്പോൾ 33ന്ന് 5 കുറച്ചാൽ എത്ര വരും? 28 വരും. 75ന്ന് കുറച്ചാൽ 70 വരും. 61ന്ന് 5 കുറച്ചാൽ എത്ര വരും? 56 വരും. അപ്പോൾ ഇതിൻ്റെ HCF കണ്ടു കഴിഞ്ഞാൽ, ഉസാഗ കണ്ടു കഴിഞ്ഞാൽ 28ലും 70ലും 56ലും പോകുന്ന നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കണം കേട്ടോ. 7 വരിക ഇതിൻ്റെ HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്. അപ്പോൾ 7 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിൽ അഥവാ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നോക്കിയാൽ മതി? ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും എടുക്കുക. എന്നിട്ട് ഓരോ നമ്പർ വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ അയച്ചു നോക്കുക. എന്നിട്ട് ശിഷ്ടം 5 കിട്ടുന്നുണ്ടോ നോക്കാം എല്ലാ കേസിലും. അങ്ങനെ ചെയ്ത് നോക്കാം. അല്ല നമുക്ക് ആൻസർ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിൽ കാണാമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു മോഡലാട്ടോ. നമ്മൾ LCMൽ ഒരു മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. LCMൽ കാണേണ്ടത് എപ്പോഴായിരുന്നു? ഇപ്പോൾ അലാറം ക്ലോക്ക് അടിയുന്നത് ഒരേ സമയത്ത് അടിയുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ പള്ളി മണി അടിയുന്നത്, ആ ടൈപ്പില്ലായിരുന്നു. ഇതിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് മോഡലാണ്. അതുപോലുള്ളൊരു മോഡലാണ് ഇത്. അതായത് ഇപ്പോൾ ഒരു പാൽക്കാരൻ്റെ കയ്യിൽ 3 പാത്രങ്ങളിലായിട്ട് യഥാക്രമം 75 ലിറ്റർ, 135 ലിറ്റർ, 105 ലിറ്റർ പാലുണ്ട്. അങ്ങനെയാണ് ഓരോ പാത്രത്തിലെയും പാല് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റിയിട്ടൊന്ന് ഫ്രെയിം ചെയ്യാം. അതായത് ഓരോ സംഖ്യ, ഇതിലുള്ള ഓരോ സംഖ്യയെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് അതാണ് എന്ത്, ഇതിലെ ഓരോ പാത്രത്തിലെയും പാല് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ പാത്രം, ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ കാണേണ്ടത് ഏതാണ്? 75ൻ്റെയും 135ൻ്റെയും 105ൻ്റെയും എന്ത് കാണണം? HCF അല്ലെങ്കിൽ ഉസാഗ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ 5 വെച്ച് ഹരിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 1, 25ൽ 15. ഇവിടെ ആണെങ്കിലോ 13ൽ 2, 35ൽ 7, 105ലാണെങ്കിൽ 2, 1, 21 വരും. ഇനിയും പോവല്ലോ. ഇനി നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് 15ന് ഹരിച്ച് കഴിഞ്ഞാൽ 5 കിട്ടും. 27ന് ഹരിച്ചാൽ 9 കിട്ടും. 21ന് ഹരിച്ചാൽ 7 കിട്ടും. ഇനി കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഇല്ലല്ലോ ഇതിൽ. അപ്പോൾ 1. അപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ 5, 9, 7 എന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ HCF കിട്ടാൻ ഏത് ചെയ്താൽ മതി? 5ഉം 30ഉം തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ 5ഉം 3 തമ്മിൽ ഗുണിച്ചാൽ മതി. 3ഉം 1 തമ്മിൽ. അപ്പോൾ എത്ര വരും? 15 എന്ന് വരും. അപ്പോൾ 15 ലിറ്ററാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ചിലതുണ്ട് മോഡൽസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പഠിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. 2 സംഖ്യകളുടെ ഗുണനഫലം എന്തിന് തുല്യമായിരിക്കും? ആ 2 സംഖ്യകളുടെ LCM × HCF അല്ലെങ്കിൽ ലസാഗു × ഉസാഗ ചെയ്തതിന് തുല്യമായിരിക്കും. ഇപ്പം നോക്കി, ഇവിടെ 2 സംഖ്യയുടെ ലസാഗു 24, ഉസാഗ 2 സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്നാണ് ചോദിക്കുന്നത്. സംഖ്യകളുടെ ഗുണനഫലം എന്തിന് തുല്യമായിരിക്കും? 24 × 2 ഗുണിച്ചതിന് തുല്യമായിരിക്കും. അതായത് 48 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്.
ഇവിടെ നോക്കി ഇതേപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 28. അപ്പോൾ ഗുണനഫലം തന്നിട്ടുണ്ട്. അപ്പോൾ ഗുണനഫലം എന്തിന് തുല്യമായിരിക്കും നമുക്കറിയാം, LCM ഇൻറ്റു HCFന് തുല്യമായിരിക്കുമല്ലോ. അപ്പോൾ 28 ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, ഉസാഗ 2 തന്നിട്ടുണ്ട്. അപ്പോൾ LCM അല്ലെങ്കിൽ ലസാഗു ഇൻറ്റു 2 എന്ന് കിട്ടും. അപ്പോൾ LCM എത്രയാണെന്ന് കിട്ടും, ആ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 28/2 എന്നാവും. 28/2 ചെയ്ത് എത്രയാണ്, 14. അതായത് ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറഞ്ഞിട്ട് 14 വരിക. അപ്പോൾ ഇതൊരു മോഡലാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. അടുത്തതിൽ ഭിന്നസംഖ്യയുടെ ലസാഗു അല്ലെങ്കിൽ ഉസാഗു കാണാൻ ചോദിച്ചാൽ എങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഭിന്നസംഖ്യയുടെ ലസാഗു ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്താ കാണേണ്ടത് അറിയോ, അംശങ്ങൾ തന്നിരിക്കുന്നതിൽ ഭിന്നസംഖ്യ ആണെങ്കിൽ എന്തുണ്ടാവും, ഒരു അംശവും ഛേദം ഉണ്ടാവുമല്ലോ. അതായത് തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളുടെയും അംശങ്ങളുടെ ലസാഗു എഴുതുക, ഛേദങ്ങളുടെ ഉസാഗയും എഴുതുക. അപ്പോൾ എന്ത് കിട്ടും, ആ ഭിന്നസംഖ്യയുടെ ടോട്ടൽ ലസാഗു കിട്ടും. ഇനി ഉസാഗയാണെങ്കിലോ ചോദിച്ചത്, അംശങ്ങളുടെ ഉസാഗയൊക്കെ എഴുതുക, അംശങ്ങളെല്ലാം എടുക്കുക, അതിൻ്റെ ഉസാഗ എഴുതുക, ഛേദങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ലസാഗു എഴുതുക. ലസാഗു എന്ന് വെച്ചാൽ LCM ആണ്, ഉസാഗു എന്ന് വെച്ചാൽ HCF. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കി 2/5, 3/10, 4/15 ഇവയുടെ ലസാഗു ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഭിന്നസംഖ്യയുടെ ലസാഗു ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, മുകളിലുള്ള അതായത് അംശങ്ങളുടെ ലസാഗു എഴുതണം. അതായത് 2, 3, 4ൻ്റെ എന്ത് എഴുതണം, LCM അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കണം. താഴെ എന്ത് കണ്ടുപിടിക്കണം, 5, 10, 15ൻ്റെ HCF അല്ലെങ്കിൽ ഉസാഗ കണ്ടുപിടിക്കണം. 5, 10, 15. ഓക്കെ, അത് കണ്ടുപിടിച്ചാൽ എന്താ ഉണ്ടാവുക, LCM എത്രയാണ്, 2, 3, 4ൻ്റെ LCM. അതായത് 2, 3, 4 കൊണ്ടായിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ ഇതിൽ ഏറ്റവും വലുതെടുക്കുക 4, അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് നോക്കുക ഏതാ പോകുന്നത്. 8 പോകാൻ ആയിരിക്കാൻ പറ്റില്ല, 3 കൊണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. 12, 12നെ 4 കൊണ്ട്, 3 കൊണ്ട്, 2 കൊണ്ടായിരിക്കുക. അപ്പോൾ 12 ഇത് വരും. താഴെയാണെങ്കിലോ HCF, അതായത് 5ൻ്റെയും 10ൻ്റെയും 15ൻ്റെയും HCF ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കും 5. അതുകൊണ്ട് എല്ലാ സംഖ്യകളും ഹരിക്കാൻ പറ്റും നോക്കാം, ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 5 തന്നെയാണ് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, 12/5 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഏതാ, പി ആണ്. അതായത് തന്നിരിക്കുന്ന ഈ 3 ഭിന്നസംഖ്യകളുടെയും ലസാഗു എന്ന് പറയുന്നത് എത്രയായിരിക്കും, 12/5 ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ഭിന്നസംഖ്യയുടെ ലസാഗു ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഭിന്നസംഖ്യയുടെ ദശാംശ സംഖ്യയുടെ ലസാഗു ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അതായത് ഭിന്നം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, കണ്ടതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ആ 100 എത്ര കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി ഗുണിച്ചത്, അതേ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം, ഹരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ചെയ്തത്, ഇപ്പോൾ 0.18, 1.2, 0.3 ഇവയുടെ ലസാഗു എങ്ങനെയാണ് കണ്ടത്, ആ ലസാഗു കണ്ടത് 100 കൊണ്ട് ഗുണിച്ചാൽ ഇത് 18 ആവും. 1.2 100 എത്രയാവും, 120 ആവും. 0.3 എന്നുള്ളത് എത്രയാവും, 30 ആവും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഈ സംഖ്യയുടെ ലസാഗു കണ്ടിട്ട് അവസാനം എന്ത് ചെയ്യുക, 100 കൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, ഹരിക്കണം. ഓക്കെ, 100 കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ലസാഗു കണ്ടുപിടിച്ചത്. ഇനി ഉസാഗയാണെങ്കിലും ഇതേ മെത്തേഡാണ് കേട്ടോ. ഇപ്പോൾ 0.02, 0.4, 0.08 ഇവയുടെ ഉസാഗ കണ്ടുപിടിക്കണമെങ്കിലോ ആദ്യം എന്ത് ചെയ്യുക, ഞാൻ ഇതിനെ എല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചാൽ 0.02 എന്നുള്ള സംഖ്യ 2 ആയിട്ട് മാറും. 0.4 എന്നുള്ള സംഖ്യ എന്തായിട്ട് മാറും, 40 ആയിട്ട് മാറും. 0.08 എന്നുള്ള സംഖ്യ എന്തായിട്ട് മാറും, 8 ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ എന്താണ് കാണുന്നത്, ഉസാഗ അല്ലെങ്കിൽ HCF കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യ 2 ആയതുകൊണ്ട് 2 2ൻ്റെ ഘടകങ്ങളായിരിക്കും. അതായത് 2 കൊണ്ട് 40നെ 8 കൊണ്ട് 8നെ ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ സംഖ്യകളുടെ HCF അല്ല ഉസാഗ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 2 തന്നെ വരിക. അപ്പോൾ 2 എടുത്താൽ 2നെ ഏത് കൊണ്ട് ഹരിക്കണം, ഇനി നമ്മൾ ആദ്യം ഗുണിച്ചില്ലേ 100 കൊണ്ട്, ആ 100 കൊണ്ട് ഈ 2നെ എന്ത് ചെയ്യണം, ഒന്ന് ഹരിച്ച് കാണും. അപ്പോൾ 2നെ 2 ഹരിച്ച് കഴിഞ്ഞാൽ 100 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ എത്ര വരിക ആൻസർ, 0.02 എന്ന് വരും. 0.02 ഓപ്ഷൻ ഏതാ, ബി ആണ്. ഇനി അഭാജ്യ ഘടകങ്ങളുടെ ലസാഗു കണ്ടെത്തുന്ന മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അഭാജ്യ ഘടകങ്ങളുടെ ഉസാഗ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്, അതായത് തന്നിരിക്കുന്ന എല്ലാത്തിലും പൊതുവായിട്ടുള്ള ആധാര സംഖ്യകൾ എടുക്കുക, അവയുടെ ഏറ്റവും ചെറിയ കൃതി രൂപം എഴുതും. അപ്പോൾ എന്ത് കിട്ടും, അവയുടെ ഉസാഗ കിട്ടും. നമ്മുടെ നേരത്തെ പറഞ്ഞത് ലസാഗു കാണാൻ പറഞ്ഞത് ആദ്യത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നേ, അതിൽ എന്തായിരുന്നു, തന്നിരിക്കുന്ന എല്ലാ ആധാര സംഖ്യ എടുക്കണം, അതിലേറ്റവും വലുതായിരുന്നു എഴുതിയത്. ഇതാണെങ്കിൽ പൊതുവായിട്ട് വരുന്ന ആധാര സംഖ്യ മാത്രമേ എടുക്കാവൂ. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ഏറ്റവും ചെറിയ കൃതി രൂപമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതൊന്നും തന്നിരിക്കുന്ന 1, 2, 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പം 3 സംഖ്യയിൽ പൊതുവായിട്ടുള്ള ആധാര സംഖ്യ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. 2 ഇതിൽ വരുന്നുണ്ട്, രണ്ടാമത്തതിൽ വരുന്നുണ്ടോ, ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 2ൻ്റെ ഏറ്റവും ചെറിയ കൃതി രൂപം ഏതാ, 2ൻ്റെ ഏറ്റവും ചെറുത് ഏതാ, 2 ക്യൂബ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, 2⁻4 ഉണ്ട്. അപ്പോൾ എത്രയാ, 2⁻2 ആയിരിക്കും. 2 സ്ക്വയർ ആണല്ലോ ഏറ്റവും ചെറുത്. ഇനി 3 എടുക്കാം. 3 ഇതിലുണ്ട്, പക്ഷേ രണ്ടാമത്തെ സംഖ്യയിൽ 3 ഇല്ലല്ലോ. അപ്പോൾ 3 എടുക്കണ്ട, പൊതുവായിട്ട് വരണം, പൊതുവായിട്ട് വരുന്നില്ലല്ലോ. ഇനി 7 എടുക്കുക. 7 എടുത്താൽ ആദ്യത്തേലുണ്ട്, രണ്ടാമത്തേലുണ്ട്, മൂന്നാമത്തേലുണ്ട്. അപ്പോൾ 7 എടുത്താൽ 7ൻ്റെ ഏറ്റവും ചെറുത് വരുന്ന ഏതാ, 7 സ്ക്വയർ അല്ലേ വരുന്നത്. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ആയിപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി ആണ്.
ഓക്കെ, ഇത് LCM കാണുന്നോ HCF കാണുന്നോ നല്ല വ്യത്യാസമുണ്ട്. ഈ അഭാജ്യ ഘടകങ്ങളൊക്കെ ചോദിച്ചാൽ അഭാജ്യ ഘടകങ്ങൾക്ക് ഡിഗ്രി ലെവലിലെ ടൈപ്പിലൊക്കെ എടുത്ത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഇത്രയാണ് ഉസാഗയിൽ നമുക്ക് LCM HCFിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസുകൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത വേറൊരു ടോപ്പിക്കായിട്ട്